ഗൈസ് നമ്മൾ വീണ്ടും ഈ വഴി തിരിച്ചു പോവാണ് അങ്ങോട്ട്. കാരണം ഇവിടെ ഒരു ഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞ്. രണ്ട് ഫോൾസിന് വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേത് ആണെങ്കിൽ 10-40 കിലോമീറ്റർ പിന്നെ ചുറ്റണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ വഴി തന്നെ വീണ്ടും പോവുകയാണ്. 100 दीदी 100 दीदी आपको क्यों दीदी ऐसा बात कर रहा है 100 പുള്ളിക്കാരിക്ക് 100 രൂപ കൊടുക്കണം. ഈ പാലം പിന്നെ കയറി അങ്ങനെ തോന്നുന്നു. ചേച്ചി നമ്മളെ കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷ്വലൊക്കെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതായതുകൊണ്ട് അതിനെ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന വഴി ഇന്ന് തിരിച്ചു പോകും. കാര്യം വേറൊന്നുമല്ല, ആ ചേച്ചി വന്നിട്ട് നമ്മളെ ആ 2 വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിന്റ്സ് ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടൊന്നുമില്ല. വേറെ സ്റ്റോറി. ഈ ഒറ്റയ്ക്ക് വരുന്നതിനൊക്കെ പ്രശ്നങ്ങൾ ഒന്നിതാണ്, മറ്റേ ആ മൺചട്ടി മൺകല കൂടി കഥ എവിടെ പോകുമെന്ന് പറയുന്നല്ലോ, അതാണ് ഞങ്ങളുടെ അവസ്ഥ. പക്ഷെ പുള്ളി 200 രൂപ പറഞ്ഞു, നമ്മൾ 100 രൂപയ്ക്ക് പറഞ്ഞു. 100 എങ്കിൽ 100. ലാസ്റ്റ് എന്തായാലും ഇവിടം വരെ അതിൻ്റെ കാണുന്നത് പോണ്ടല്ലോ, കാഴ്ച പോകത്തിട്ടാണെങ്കിൽ രസമാണ്, ഇല്ലെങ്കിൽ തേഞ്ഞു. പുള്ളിക്ക് ഹിന്ദി അറിയാം. അപ്പം പുള്ളിക്ക് ഹിന്ദി അറിയാം. പുള്ളി അപ്പം മേലിലൂടെ ഇങ്ങനെ പോകണമെങ്കിൽ ഗൈസ് തേഞ്ഞു. കാരണം ഇനിയൊരു 1.5 കിലോമീറ്റർ അവിടെ നമ്മൾ അടുത്തൊരു ലേക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നൊരു ലേക്ക് വഴി ഒരു വ്യൂ പോയിന്റ് കാണണം. നല്ല ചായ കിട്ടുമെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ നോക്കി എനിക്ക് തോന്നുന്നു ഈ വഴിയാണ് നമ്മൾ പോകേണ്ടി വന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ അവിടെ കിടന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. നമുക്ക് ഈ അനാവശ്യമായിട്ട് നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു അവിടെ വില്ലേജസ് ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ രസമൊന്നും ഇത് എന്തായാലും വന്നത് നഷ്ടമോ. നമ്മൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില്ലാണ്, കൂളാണ്. താങ്ക്സ് ടു അഭിഷേക്. കാരണം അവനാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു പട്ടി ചന്തയ്ക്ക് പോയ പോലെ നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പട്ടി ചന്തയ്ക്ക് പോയ പോലെ അവിടെ പോയി ആ ഐലൻഡ് കണ്ടു തിരിച്ചു വന്നു. ഇത് हाँ ऊपर जाना है दीदी, व्यू पॉइंट देखने के लिए ऊपर जाना है. व्यू पॉइंट हाँ आधा घंटा ഗൈസ്. 1/2 മണിക്കൂർ നടക്കേണ്ടി വരുന്നത് തന്നെ നോക്കാം. ദയാ, അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ പേര് ദയ എന്നാണ്. നമുക്ക് ഇപ്പോൾ കുറച്ച് മുന്നേ അവിടെ ഇപ്പോൾ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കാൻ കാഴ്ച കാണാൻ വേണ്ടി നടക്കാൻ നോക്കിയാൽ മുട്ടിന് കുഴപ്പമില്ല. इसका नाम काव्या है, मेरा नाम विष्णु है दीदी. तो दीदी टाइम अभी 9:45 दीदी. 9 बज गया, 9 बजा. आप क्या काम करते हैं? मैं इधर से नहीं काम दीदी ना थोड़ा इधर आता है क्या काम है? ये मालूम नहीं घर का काम है. അവിടെ അയാൾക്ക് കമ്പനിയായി, അയാൾ ദീദിയോട് കമ്പനിയായിട്ട് അടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നോക്കാം അവിടെ ചെന്നിട്ട്. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ഉള്ള എക്സ്പീരിയൻസ്. ഭയങ്കര വിശക്കുന്നുണ്ടല്ലോ.
ഇത് മേലത്രയും കൂടി അത്രയും കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. नहीं कोई प्रॉब्लम नहीं दीदी. हमने ना नाश्ता नहीं किया इसलिए बहुत भूख लगी. अब यही है दीदी, यही यही है दीदी. ओके रामू नहीं हो गया दीदी, हो गया? नहीं हो गया. किधर है, कितना दूर है दूर नहीं. और किधर है व्यू पॉइंट, इधर है. यहाँ पर इसके नीचे ആകെ यहाँ की भाषा कौन सा है? സത്യത്തിലൊരു ഇത് സത്യത്തിൽ ട്രെയിലാണ്. നമ്മുടെ ട്രെയിനിന് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം വന്ന വഴിയൊക്കെ തിരിച്ച് ഓർമ്മ ഉണ്ടാവുമെങ്കിലും എനിക്കറിയില്ല. തെറ്റിപ്പോകാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഒരു ലോക്കൽ ഖാസിയുടെ കൂടെ അല്ലെങ്കിൽ ഖാസി ട്രൈബിലുള്ള ആളുടെ കൂടെ നമ്മൾ അവരുടെ പിന്നാലെ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത് അറിയില്ല. എനിക്കൊരു കാര്യം ചോദിക്കാം ഗൈസ്, അപ്പോൾ തിരിച്ചു പോകണം. നമ്മളെ വെള്ളച്ചാട്ടത്തിലെ വ്യൂ പോയിന്റ് കാണിക്കാൻ നല്ല രീതി കൊണ്ടുപോയത്. വേറെ ഏതാണ്ട് കാണിക്കാൻ വേറെ ഏതാണ്ടല്ല, നമ്മള് മണിക്കൂർ ഓൾമോസ്റ്റ് നമ്മൾ നടന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇനി എത്ര നടക്കണം. അപ്പൊ അവര് പറഞ്ഞു ഇനി അരമണിക്കൂർന്ന്. അരമണിക്കൂർ വീണ്ടും അരമണിക്കൂർ. സത്യത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അഭിഷേക് പോയത് ഇതിനടുത്താണ് വ്യൂ പോയിന്റ് ഉള്ളത്. നമ്മൾ വ്യൂ പോയിന്റാണ് പറഞ്ഞത്. പുള്ളിക്കാരത്തേക്ക് നമ്മളോട് സ്നേഹം എന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്തു, പുള്ളി നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതായത് ഇവിടുന്ന് ബൈ റോഡ് പോകണമെങ്കിൽ 40 കിലോമീറ്റർ അല്ലടാ, 40 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ബൈ റോഡ്. 40 പക്ഷേ ഈ മല കയറി നമ്മൾ ഇറങ്ങി ചെന്നാൽ ഇന്ന് കാണുന്നത് വെള്ളച്ചാട്ടമാണ്. പക്ഷെ നമ്മളോട് ആദ്യം പുള്ളിക്കാരത്തേക്ക് അരമണിക്കൂർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അരമണിക്കൂറോളം നടന്നു. ഇല്ല കുറച്ച് മുന്നേ കിടന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ പറയാം. അത് സംഭവിച്ചാൽ അപ്പോൾ ആദ്യം പുള്ളിക്കാരി അരമണിക്കൂർ പറഞ്ഞു. നമ്മൾ അരമണിക്കൂർ വന്നു. അരമണിക്കൂർ കഴിഞ്ഞു 35 മിനിറ്റോളം നമ്മൾ നടന്നു. എന്നിട്ട് കിട്ടാത്തത് ഞാൻ ചോദിച്ചോടാ എന്തോ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു ദീദിയോട്. ദീദി ആ ഓക്കെ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ എങ്ങനെയാ വെച്ചാൽ അപ്പോൾ പുള്ളിക്കാരി അരമണിക്കൂർ എന്ന സെൻസിലാണ് പറയുന്നത്. ഞങ്ങളാണെങ്കിൽ കാപ്പി കുടിച്ചിട്ടില്ല. ഒരു അവിടെ കട്ടൻ ചായ അല്ലടാ, കട്ടൻ മാത്രം കുടിച്ചത്. അത് മാത്രമല്ല ഏറ്റവും വലിയ തലവേദന ഇതൊന്നുമല്ല, ആ മുകളിലേക്കുള്ള അവിടേക്കുള്ള റോഡ്, അതാണ് സീന്. പക്ഷേ ഇത് വന്നത് വകുത്തിട്ടാണ് ഒരു ലോക്കൽ കാസിയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റി. പിന്നെന്താ പറയുക, നമുക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇത്രയും മനോഹരമായ വ്യൂസ് കിട്ടി. ഇപ്പോഴത്തെ അവിടെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കിട്ടി. ഇത് നിങ്ങൾ കാണുന്ന പോലെ അല്ല. നിങ്ങൾ എത്ര ഞങ്ങൾക്ക് മൊത്തം അറിയാം, ഒരു 1 hour വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ. ഈ കണ്ട കാഴ്ചകൾക്ക് മനോഹരം. നിങ്ങൾ നോക്കി പിന്നെ എന്ത് രസമെന്ന്. ഇപ്പോൾ തിരിച്ച് വഴി തെറ്റാതെ അതെ ഇങ്ങോട്ടെ വഴി തെറ്റാതെ തിരിച്ച് സൈവായിട്ട് എത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോകണം. ഒരു ട്രെയിൽ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഓക്കെ, ഇത് ട്രെയിൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. വഴി തെറ്റിയോ ഒരു സെക്കൻഡ് ഗൈസ്. പൊന്നു കുടുംബക്കാരെ, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഇതൊരുമാതിരി നോക്കത്താ ദൂരത്ത് ആടുകൾ മാത്രമേ ഉള്ളൂ. പശു ഞങ്ങൾ വഴി തെറ്റി മാക്സിമം ഒതുങ്ങി ഇത് കുത്തും. ഓടാൻ ഓടിക്കൊള്ളണം. നോക്കല്ലേ അങ്ങോട്ടേക്ക് കൈസ്. അപ്പം ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി. ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു പോകുന്നേ ഉള്ളൂ. ഇവിടുത്തെ വീട് എനിക്ക് അവരൊക്കെ ട്രക്കിങ്ങിന് അവിടെയൊക്കെ പോയിട്ട് വരുന്നതാണ്. ആ പശു വേണ്ട പ്രസവിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പശു കുത്താൻ പറ്റും. ആ പശുവാണ് ഞങ്ങൾ കുത്താൻ ഒട്ടിച്ചത്.
അവിടെ കുഞ്ഞു കിടക്കുന്നു. ഇത് മതിയായില്ല, അയാൾക്ക് ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ കീഴേ വരെ പോകണം. എൻ്റെ പൊന്നു കുടുംബക്കാർ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എനിക്ക് അല്പം വട്ടമുണ്ട്, എന്നെക്കാൾ വട്ടം മൂത്തതാണ് എൻ്റെ കൂടെ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട്, എന്തോ അടുത്ത ആരുടെങ്കിലും വീട്ടിൽ ചോദിച്ചു നോക്കാം, ഇച്ചിരി ആഹാരം കിട്ടുമെന്ന്. എൻ്റെ പടച്ചതമ്പുരാനേ. മറ്റേ പുള്ളിക്കാരത്തി നമ്മളോട് 200 രൂപ ചോദിച്ചു. എന്നിട്ട് ഞാൻ 100 രൂപ പുള്ളിക്കാരത്തേക്ക് കൊടുത്തു. പക്ഷെ പുള്ളി വളരെ അന്തസ്സുള്ള ഒരാളാണ്. പുള്ളിക്കാരത്തി അത് കാശൊന്നും മേടിച്ചില്ല. പക്ഷെ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു മിസ്റ്റർ ട്രക്കിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മിസ്റ്റർ വാട്ടർഫോൾ വ്യൂ ആയിട്ട് കാവ്യ വിഷ്ണു സൈനിങ് ഓഫ് ഗൈസ്. നിങ്ങൾ കാഴ്ചകൾ കണ്ടേ, നമ്മുടെ എൻഡ് പോയിന്റിലേക്ക് ഓൾമോസ്റ്റ് എത്താറായി. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേടാ. വാവ് ചിത്രൻ, ഐ ലവ് യു മാൻ. നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ വീഡിയോസും. സോ ഈ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യാത്രയിലിടയിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. താങ്ക്സ് ടു യു രാമു. കാരണം താൻ വേണ്ടി പുഷ് ചെയ്താണ് ഞാൻ അത്രയും നടക്കാൻ വേണ്ടി ബിൽഡിംഗ് ആയിരുന്നത്. പക്ഷെ ഏതെങ്കിലും വീട്ടിൽ കയറി ആഹാരം വേണമെന്നേ ഉള്ളൂ അയാൾക്ക്. ജാടോ തരൂ. അല്പം ജാടോ ചിക്കൻ കൂട്ടി അടിക്കാൻ തരൂ. ഗൈസ് ചുമ്മാ വീട്ടിലൊക്കെ കിടന്ന് ഉറങ്ങാതെ എണ്ണീറ്റ് വാ ഗൈസ്. വന്നിതൊക്കെ കണ്ട് കണ്ണിന് മനസ്സിനൊക്കെ നിർവൃതി അടയൂ. അവിടെ ഇപ്പോഴാണ് എനിക്ക് ചിത്രൻ്റെ വീഡിയോസൊക്കെ വാവ്. കുടുംബക്കാരെ അല്ല, അങ്ങനെയല്ലോ ഗൈസ്. അപ്പം നമ്മളിവിടെ സൈനിങ് ഓഫ് പറയാൻ പോണ് ഒരു കാസി വില്ലേജ് ട്രക്ക് പ്ലസ് ചീറ്റിപ്പോയ ഒരു വെള്ളച്ചാട്ടം കാണാൻ. ഏതാണ്ട് 1 മണിക്കൂർ മേലെ നടന്നു. പശു കുത്താൻ വന്നു. ഉള്ള പണിയല്ല എന്നോടല്ല ഇയാളോട് പ്രണയം. അപ്പം എന്തൊക്കെ തന്നെയായാലും കാണുക, നിങ്ങൾ ഈ വിഷ്വൽസ് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. സോ ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം മറക്കണ്ട, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. പിന്നെ പുതിയ കുടുംബക്കാർക്ക് വെൽക്കം ടു ദ ഫാമിലി. ചേച്ചി ഇവിടെ വീഡിയോ എടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ കാണിക്കാൻ വേണ്ടിയല്ലേ. എല്ലാവരുടെയും ചേച്ചി ബൈ. അതെ, ഇത് ആസ്ഥാന അളിയൻ.